4-5 സിനിമ ചെയ്താൽ പോലും എനിക്കെപ്പോഴും തോന്നും റോക്ക് സ്റ്റാറിലാണ് ഒരു ശ്രദ്ധിക്കപ്പെട്ടതെന്ന്. ഇപ്പൊ ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയോ? അതുകൊണ്ട് എന്റെ ഹസ്ബൻഡിന് എന്റെ കൂടെ നടക്കാൻ ഭയങ്കര ചമ്മല. നാട്ടിൽ വരുമ്പോ സെൽഫി ഹസ്ബൻഡും സെലിബ്രിറ്റി ആണല്ലോ. അല്ല, പക്ഷെ ആള് ക്യാമറയുടെ ബാക്കിലിരുന്ന് ചെയ്യുന്ന സെലിബ്രിറ്റി. അപ്പൊ അത് തീരെ ഇഷ്ടമല്ല. അപ്പൊ എന്റെ അടുത്ത് ബേസിക്കലി ഞാൻ ഇവിടെ പോകുമ്പോഴും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്ന പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങും ആദ്യം തന്നെ. ഞാൻ അവിടെ കാറിലുണ്ടാവും, കുട്ടി പതുക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ചിലപ്പോൾ എടുത്തും തരും, പക്ഷെ കൂടെ നിൽക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ പറയാം, ഈ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പോപ്പുലർ ആയി കഴിഞ്ഞാൽ നാട്ടിൽ നമ്മൾ വേറെ സമയത്ത് പോകാം, അല്ലെങ്കിൽ ഞാൻ വേറെ ഫ്ലൈറ്റ് ഒക്കെ എടുക്കും. എനിക്കിതൊന്നും പറ്റില്ല. എൻ്റെ അച്ഛൻ്റെ പോലെയാണ്, കുറച്ച് സ്പോട്ട്ലൈറ്റ് തീരെ ഇഷ്ടമല്ല, ബാക്കിലിരുന്ന് സാധനങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ അത് പക്ഷേ റോക്ക് സ്റ്റാറിൻ്റെ കാര്യം പറയാച്ചാൽ, ഞാൻ മറ്റേ 2 സിനിമ ചെയ്യുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് അച്ഛൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അവർ അച്ഛനെ വിളിച്ച് ചോദിച്ചിട്ട് എന്നെ കാസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് ഇല്ല. ഒന്നാമത് മോഡലിംഗ് ആയിരുന്നല്ലോ താല്പര്യം, ഞാൻ പറഞ്ഞ പോലെ. ഇത്രയും കാര്യമായിട്ട് മെഷർ ചെയ്യുന്ന ഒരു കുട്ടിയെ ഭയങ്കര പ്രാന്തായിരുന്നു. പക്ഷേ അത് കാരണം എനിക്ക് വലിയ സീരിയസ്നെസ് ഒന്നും തന്നെ, ശരി പിക്നിക്കിന് പോണ പോലെ. പക്ഷെ റോക്ക് സ്റ്റാറിന് വേണ്ടി ഞങ്ങൾ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് അതിന് വേണ്ടി ഭയങ്കരമായിട്ട് മെനക്കെട്ട് ഇറങ്ങി തിരിച്ചാണ്. എനിക്ക് ആക്ടിങ് ചെയ്യണം അങ്ങനെ ഒരു കിട്ടിയ ക്യാരക്ടറാണ് ആതിര മേനൻ. ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ശ്രദ്ധിക്കപ്പെട്ടു.